ഹായ് ഹലോ, ഇന്നൊരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 3 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. 2 ചെറിയ സവാള, വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി. ഇവയെല്ലാം ഒന്ന് അരിഞ്ഞു വെക്കണം. ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. സവാള ഇട്ടു, ഇഞ്ചി അരിഞ്ഞതിട്ടു, 2 പച്ചമുളക് എരിവുള്ളതാണ് ചേർത്തത്. എരിവില്ലാത്തതാണെങ്കിൽ 3-4 എണ്ണം ചേർക്കാം. തക്കാളിയും കൂടി ഇടാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. ഇനി 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചോറിനൊക്കെ ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഏകദേശം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി വേവാനുണ്ട്. ഇതിന് അരപ്പിനായിട്ട് 1 മുറി നാളികേരമാണ് തിരികിയത് ഉപയോഗിക്കുന്നത്. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അരപ്പിനായിട്ടുള്ള നാളികേരം അരച്ചെടുക്കാം. അത് നന്നായിട്ട് അരച്ചു വെച്ചു. തക്കാളി വെന്തതിലേക്ക് നാളികേരം അരച്ചത് ചേർക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. കറി റെഡിയായി. ഇനി അതിലേക്ക് കടുക് വറുത്ത് ഇടണം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിക്കാം. കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു 10 കൊച്ചുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ആ കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട്. അതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടി ഇട്ട് കൊടുത്തു. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കണം. ആ കടുക് വറുത്ത ഇതൊക്കെ ഒന്ന് അതിലേക്കൊന്ന് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നൊന്ന് ഇളക്കി വെക്കണം. അങ്ങനെ തക്കാളി കറി റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.